ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനുഷ്യജന്മം തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണ്. സൃഷ്ടികളിൽ വെച്ച് ഉത്കൃഷ്ടമായ ശരീരമാണ് മർത്യദേഹം. ഈ മർത്യദേഹത്തിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ആയുർദൈർഘ്യം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. 100 കൊല്ലത്തെ കാലാവധിയാണ് ശരീരത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് 100ൻ്റെ അല്പം ചേർന്ന് നീണ്ടുപോകാം. അതിൻ്റെ ഇപ്പുറം വെച്ചാണ് അധികം പലരും ഈ ദേഹം ജീർണിക്കുന്നത്. അതിനാൽ നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ വില ഓർത്താൽ അത് അമൂല്യമാണ്. എന്നാൽ അമൂല്യമായ ആ സമയത്തെ വേണ്ട മാതിരി നാം വിനിയോഗിച്ചാൽ വമ്പിച്ച ലാഭമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മറ്റു ശരീരങ്ങളിൽ വെച്ച് നേടാൻ കഴിയാത്ത പലതും മനുഷ്യ ശരീരം കൊണ്ട് നേടാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഒരു കവി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ആയുസ്സൊരാൾക്കെത്ര തുച്ഛം, അതിൻ മൂല്യമോർത്താൽ എത്ര മെച്ചം. നേടുന്നതിത്തിരി, നേടാനൊരുത്തിരി, ആശകൾ എത്രയോ മെച്ചം. ആയുസ്സൊരാൾക്ക് എത്ര തുച്ഛം. ഒരു മനുഷ്യൻ്റെ ആയുസ് എത്ര കുറച്ച് മാത്രമാണുള്ളത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യായുസ് ഏറിയാൽ 100 അത്രയേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ 100 വർഷമുള്ളതിൽ മനുഷ്യ ആയുസ് അല്പം, അതിൽ പാതി നിദ്ര, പകുതി ഉറക്കമായിട്ട് പോയി. ഉറക്കത്തിൽ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. എന്നാൽ മനം മോഹഗ്രസ്തം പരം യൗവനത്തിലാണെങ്കിൽ മനസ്സ് അനേക മോഹങ്ങളുടെ പിന്നാലെ ഓടുന്നു. പിന്നെ കുട്ടിക്കാലവും വാർദ്ധക്യവുമുണ്ട്. ചപലമായ കുട്ടിക്കാലവും ബലശൂന്യമായ വാർദ്ധക്യവും. ബലശൂന്യ വാർദ്ധക്യ ബാല്യം കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യായുസ്വൽപ്പം, അതിൽ പാതി നിദ്ര, പകുതി ഉറക്കായിട്ട് പോയി. 100 വർഷമാണ് ഒരാൾക്ക് ആയുസ്സെങ്കിൽ 50 വർഷം ഉറക്കമായി പോകുന്നു. ബാക്കി 50 വർഷം. ഈ 50 വർഷത്തിൽ മനം മോഹഗ്രസ്തം വരം യൗവനത്തിൽ അനേക കർമ്മങ്ങളുടെ ഭാരം ചുമക്കുന്ന കഴുതയെപ്പോലെയാണ്. അവിടെ വീടുണ്ടാക്കൽ, വിവാഹം ചെയ്യൽ, ജോലി സമ്പാദിക്കൽ, പണമുണ്ടാക്കൽ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കൽ തുടങ്ങി അനേക കർമ്മങ്ങളുടെ ബാഹുല്യത്താൽ നിന്ന് തിരിയാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. എന്നാൽ 10-12 ഉണ്ണിയായിട്ടും പോയി. 10-12 കൊല്ലം കുട്ടിക്കാലം ചപലമായ കുട്ടിക്കാലമായി പോയി. അന്നും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി ആ കാലം. പിന്നീട് ബലശൂന്യ വാർദ്ധക്യം. 80 വയസ്സ് വരെ ആവുന്നതിന് മുമ്പ് തന്നെ ദുർബലമായി. 80 കഴിഞ്ഞാൽ പിന്നെ നമ്മെ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലെത്തുന്നു. അതിനാണ് വാർദ്ധക്യകാലം വന്നാൽ ബലശൂന്യം. ഒന്നും ചെയ്യാനും വയ്യ, തിന്നാനും വയ്യ, തിന്നാൽ ദഹിക്കുകയുമില്ല. എവിടെയും മനസ്സ് പലയിടത്തും ഓടും. ശരീരം അവിടേക്കൊന്നും എത്താൻ സാധിക്കുകയില്ല. എല്ലാവരിൽ നിന്നും തിരസ്കാരം മാത്രമേ ആയിരിക്കും അനുഭവം. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാലമാണ് വാർദ്ധക്യം. അങ്ങനെ ഒന്നിനും പറ്റാത്ത വാർദ്ധക്യവും ഒന്നും ഗ്രഹിക്കാൻ കഴിയാത്ത വൃദ്ധാവസ്ഥയും ബാല്യാവസ്ഥയും കുട്ടിക്കാലവും. പിന്നെ അടുത്തതെന്താ? യൗവനത്തിൽ ഇങ്ങനെയുമായി. പിന്നെ എപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് ബോധിക്കാൻ സമയം എന്നതെത്ര വാസ്തവമാണ്. അതിനാൽ വിലയേറിയ അമൂല്യമായ കാലം കുറച്ചുള്ളെങ്കിലും അതിൻ്റെ മൂല്യം അപാരമാണ്. അത് വിനിയോഗിക്കുന്നവർക്കേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആയുസ്സൊരാൾക്ക് എത്ര തുച്ഛം, അതിൽ മൂല്യമോർത്താൽ എത്ര മെച്ചം. അതിൻ്റെ വില ആലോചിച്ചാൽ എത്ര മെച്ചമാണ്. നേടുന്നതിത്തിരി. നമ്മൾ ഈ ലോകത്തിൽ നിന്നും നേടുന്നത് വളരെ കുറച്ച്.
വേണ്ടത് നേടാൻ നമുക്കറിയില്ല. വേണ്ടാത്തതാണ് നാം നേടിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടുന്നതിത്തിരി, നേടുന്നതിത്തിരി, നേടാനൊരൊത്തിരി. നേടിയത് വളരെ കുറച്ച്, ഇനി നേടാനുള്ളതോ ഒരുപാട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നേടാൻ ആയുസ് തുല്യദാനം. ആശകളെത്രയോ മിച്ചം. വീണ്ടും ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആഗ്രഹം കൂടിക്കൂടി ഒന്നും സാധിക്കാതെ നിരാശാഗർത്തത്തിൽ ആണ്ടുപോകുന്നു ഓരോ മനുഷ്യൻ്റെയും വാർദ്ധക്യകാലം. അവസാനം ഭയപരിഭ്രമങ്ങളോടുകൂടി ദേഹം വിട്ട് അജ്ഞാതം അവ്യക്തമായ മണ്ഡലത്തിലേക്ക് മറയുന്നതാണ് നാം കാണുന്നത്. ആയുസ്വരാൾക്കെത്ര തുച്ഛം, അതിൻ മൂല്യമോർത്താൽ എത്ര മെച്ചം. നേടുന്നതിത്തിരി, നേടാനൊരൊത്തിരി, ആശകൾ എത്രയോ നിച്ചം. എത്ര നേടിയാലും ആഗ്രഹങ്ങൾ ബാക്കിയായി വരുന്നു.